മാതൃഭാഷയെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ഞാനിപ്പോൾ ഹയർ സെക്കൻഡറിയിൽ മലയാളം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ സെക്കൻഡ് ലാംഗ്വേജ്, രണ്ടാം ഭാഷയായിട്ടാണ് മലയാളം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് 10ാം ക്ലാസ് വരെ ഒന്നാം ഭാഷയായിട്ട് രണ്ടാം ഭാഷയിലേക്ക് മാതൃഭാഷ കടന്നു വരുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ്, അതിൻ്റെ ഒരു പദവിയെക്കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊക്കെ ഒരുപാട് ചിന്തിക്കുകയും ചർച്ച ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഭരണഭാഷ മാതൃഭാഷ ആക്കിയിട്ടുകൂടി എത്രത്തോളം അത് പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു, എല്ലാ രംഗത്തും അതെങ്ങനെയാണ് കടന്നു വരുന്നതെന്നൊക്കെ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അതൊരു വലിയ ചർച്ചയായിട്ട് അത് മാത്രം നടത്തുന്നത് തന്നെ ഉചിതമായിരിക്കും. ഭാഷാ പ്രതിസന്ധികൾ ഒരുപാടുണ്ട് നാം അനുഭവിക്കുന്നത്. അപ്പോൾ ഈ മാസം ഫെബ്രുവരി 21-ാം തീയതി, ഈ മാസം 21-ാം തീയതി ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുകയാണല്ലോ. നമുക്കറിയാം നവംബർ 1 നമ്മുടെ കേരള പിറവി ദിനമായിട്ട്, ഐക്യ കേരള ദിനമായിട്ട് ആചരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഫെബ്രുവരി 21 എന്ന് പറയുന്നത് ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്? ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന എല്ലാ ഭാഷകൾക്കും അവരവരുടെ മാതൃഭാഷയോടുള്ള സ്നേഹവും ആദരവും ഒക്കെ ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള ഒരാചരണം. ലോകത്താകെ ലിപിയുള്ളതും ലിപി ഇല്ലാത്തതുമൊക്കെ ആയിട്ട് 6000-ത്തിലധികം ഭാഷകളുണ്ട് എന്നാണ് കണക്ക്. അതിൽ മാതൃഭാഷയായി ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്നത് നമുക്കറിയാം മലയാളം, ചൈനീസാണ്. അപ്പോൾ ഈ മാതൃഭാഷ അല്ലാതെ തന്നെ സംസാരിക്കുന്നവരുടെ കണക്കിലെടുത്താൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ ഈ ഭാഷാപരവും ഈ സാംസ്കാരികവുമായ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ദിവസം കൂടെയാണ് ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഇപ്പോൾ ഈ പ്രതിമാസ പരിപാടി സംഘടിപ്പിക്കുന്നത് കൊണ്ടാകാം ഇന്ന് അതും കൂടി ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ 1999 നവംബർ 7-നാണ് യുനെസ്കോ ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. 2008 ലോക ഭാഷാ വർഷമായി പ്രഖ്യാപിച്ച ആ ഒരു പ്രസ്താവനയിലൂടെയാണ് ഐക്യരാഷ്ട്രസഭ പൊതുസഭ ഈ ദിനാചരണത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി. പിന്നെ ഒരു സംഭവം നമുക്കറിയാം, ബംഗ്ലാദേശിൽ ആചരിച്ചു വരുന്ന ഒരു ഭാഷാ പ്രസ്ഥാന ദിനത്തിൻ്റെ അന്തർദേശീയ തലത്തിൽ ലഭിച്ച അംഗീകാരം എന്ന നിലയ്ക്കാണ് ഇത് ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു സംഭവം നടന്നത്, ഒരു കൊല നടന്ന ഒരു 1952 ഫെബ്രുവരി 21 ബംഗാളി ഭാഷാ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതിഷേധ സമരത്തിൽ ഉണ്ടായ പോലീസ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായിട്ടാണ്. അറിയാം, ഈസ്റ്റ് പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാൻ. അപ്പോൾ ഉറുദു ഒരിടത്ത് ഇവിടെ ആ ഒരു ഭരണഭാഷ ഉറുദു ഭാഷ ആകണമെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോൾ അതിനെതിരെയായിട്ട് ഒരു പ്രക്ഷോഭം നടന്നു. അങ്ങനെ ബംഗ്ലാദേശിൽ ഭാഷാ പ്രസ്ഥാന ദിനം ആചരിക്കുകയുണ്ടായി, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. അങ്ങനെയാണ് മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചത്. പിന്നെ ഈ ഭാഷാ സാംസ്കാരിക വൈവിധ്യവും ബഹുഭാഷാത്വവും പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് യുനെസ്കോ ആസ്ഥാനമായി അതുപോലെ അംഗരാഷ്ട്രങ്ങളിലുമെല്ലാം ഈ ലോക മാതൃഭാഷാ ദിനം വർഷം തോറും ആചരിക്കപ്പെടുന്നത്. കേരളത്തിൽ ഇതുപോലെ ആചരിക്കാറുണ്ട്. കേരളത്തിൽ നമുക്കറിയാം ഭാഷാപ്രതിജ്ഞ, സ്കൂളുകളിൽ നമ്മളെല്ലാവരും ഭാഷാപ്രതിജ്ഞ കുറിച്ചിട്ട ആ വരികൾ അതിനകത്ത് തന്നെയുണ്ട്. മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ പിന്നെ താലോലിപ്പും അതുപോലെ ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്, ഇന്ത്യവാസികളുടെ വരികൾ തന്നെയാണ് നമ്മളൊക്കെ ഇന്ന് ഭാഷാ പ്രതിജ്ഞയായിട്ട് എല്ലായിടത്തും അവതരിപ്പിക്കുന്നത്. അപ്പോൾ 2026 അത്തരത്തിൽ ബഹുഭാഷാ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ 2011 കേരളത്തിലെ കണക്കിലെടുക്കുമ്പോൾ 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യയിൽ 97% പേരും മലയാളം മാതൃഭാഷയായിട്ടുള്ളവരാണ്. അതായത് ഇവിടെ ഭാഷാ ന്യൂനപക്ഷം എന്ന് പറയുന്നത് 3% താഴെയാണ്. അപ്പം അതിൽ കേന്ദ്ര ഭാഷാ ന്യൂനപക്ഷ ഡയറക്ടറേറ്റ് കമ്മീഷണറുടെ 52 റിപ്പോർട്ടുണ്ട്. അതിനനുസരിച്ച് കേരളത്തിലെ ജനസംഖ്യയിൽ 5,96,971 പേർ, അതായത് 1.87% പേര് തമിഴ് മാതൃഭാഷ സംസാരിക്കുന്നവരും അതുപോലെ 81,406 പേര് 0.26% പേര് കന്നഡ മാതൃഭാഷയുള്ളവരുമാണ്. അപ്പം ഇത് രണ്ടും മാത്രമാണ് സാധാരണ ഈ കേരളത്തിലെ അംഗീകൃത ന്യൂനപക്ഷ ഭാഷകൾ. അപ്പോൾ ഈ 97
ഭാഷയുടെ മാതൃഭാഷയായ മലയാളത്തെ ഒന്നാം ഭാഷയായി പരിഗണിക്കേണ്ടത് കേരളത്തിലല്ലാതെ മറ്റെവിടെയാണ്? മറ്റേതെങ്കിലും ഭാഷ മാതൃഭാഷയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ മാതൃഭാഷയ്ക്ക് പുറമെ മലയാളം കൂടി പഠിപ്പിക്കാൻ അവസരം നൽകുമെന്നാണ് 2025 മലയാള ഭാഷാ നിയമത്തിൽ പറയുന്നത്. മലയാളം പഠിക്കണമെന്ന് അവർ നിർബന്ധിക്കുന്നില്ല. ഇനി ഇന്ത്യ നേരിടുന്ന ഒരുപാട് ഭാഷാ പ്രതിസന്ധികൾ അനവധിയുണ്ട്. കേരളത്തിൽ പുറത്തു നിന്നുള്ള ഹിന്ദി അടിച്ചേൽപ്പിക്കൽ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. പക്ഷേ നമ്മുടെ സ്വന്തം ഭാഷയെ നാം യഥാർത്ഥത്തിൽ പരിപോഷിപ്പിക്കുന്നുണ്ടോ എന്ന കാര്യം ചിന്തിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭാഷയെ അതുപോലെ സാഹിത്യത്തിന് മാത്രമല്ല, നമ്മൾ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ ശാസ്ത്രത്തിൻ്റെയും പഠനത്തിൻ്റെയും ഭാഷയായി വളർത്തുവാനുള്ള ഒരു ശ്രമവും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഭാഷ എങ്ങനെയാണ് മാതൃഭാഷയായി മാറുന്നത് എന്ന് ചോദിച്ചാൽ അത് ആ ജനതയുടെ എല്ലാ ജീവിതാവശ്യങ്ങളും നിറവേറ്റാൻ പര്യാപ്തമാകുമ്പോഴാണ്. മാതൃഭാഷ എന്ന് പറയുന്നത് ജൈവപരമായ ഒന്നല്ല, അത് സാമൂഹ്യപരമായ ഒന്നായി മാറുകയാണ്. നമ്മുടെ ജീവിതം അരങ്ങേറുന്ന ഭാഷ അത് അമ്മയുടെ ഭാഷയല്ല, ആയയുടെ ഭാഷയാണെന്ന് പ്രസിദ്ധ ചിന്തകൻ ദാന്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആശയവിനിമയോപാധി മാത്രമാണോ ഭാഷ? അല്ല, നമ്മളാക്കി മാറ്റുന്നത് ഭാഷയാണ്. നമുക്ക് ഇങ്ങനെ ജീവിക്കാനാവുന്നത് ഭാഷയുള്ളവരുണ്ടായി. കാറ്റിൻ്റെ വെളിച്ചം കൊണ്ട് തെളിച്ചമില്ലായിരുന്നെങ്കിൽ ഈ 3 ലോകവും ഇരുട്ടിലായി പോയേനെ എന്ന് കവി പറയുന്നുണ്ട്. വാക്കിനാണ് ലോകം നിലനിൽക്കുന്നത്. ലാംഗ്വേജ് ഈസ് ദി ഹൗസ് ഓഫ് ബീയിങ്. ഉണ്മയുടെ പാർപ്പിടമാണ് ഭാഷ എന്ന് ചിന്തകൻ പറയുന്നുണ്ട്. PCT സുരസ് എന്ന് പറയുന്ന പ്രശസ്ത ഒരു ഫിസിക്സ് ശാസ്ത്രജ്ഞൻ, ഒരു സമ്മാനത്തിൻ്റെ വക്തുവരെത്തിയ ആ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറയുന്നത്, എനിക്ക് ഫിസിക്സിൽ ഇത്രയും കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പ്രേരണയായത് കുട്ടിക്കാലത്ത് അന്ന് മലയാളം ഭാഷയുടെ ക്ലാസ്സിലിരുന്ന് പഠിച്ചു കിട്ടിയ അറിവുകൊണ്ടാണ്. മലയാളം ഭാഷയുടെ ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാം മാന്ത്രികമായിട്ടാണ് പദാർത്ഥം, പദച്ഛേദം, പദഘടന, ഒരു വാക്കിൽ നിന്ന് പല അർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് പിന്നീട് എനിക്ക് ഫിസിക്സിൽ ഇത്രയും കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പ്രേരണയായത്. മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, വാക്കിൻ്റെ ശക്തിയിലാണ് ഇരിക്കുന്ന ഓരോരുത്തർ, അല്ലെ, ഇവിടെ കവിത ചൊല്ലിയവരെല്ലാം നമ്മുടെ എഴുത്തുകാർ, അല്ലെ, നമുക്ക് അതിന് കവിത്രയാവട്ടെ, വള്ളത്തോളൊക്കെ എല്ലാവരും ഭാഷയെക്കുറിച്ച് പാടിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്, അല്ലേ. ഈ അമ്മ നാളോറും ലാളിച്ചു നിന്മഴി വായിലൊഴുക്കുന്നു പരുന്തിനും മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ദേശീയബോധത്തിൻ്റെ കവി, അല്ലേ. നമ്മുടെ അമ്മയാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, നർത്തിരി, മുറ്റമ്മ, വൻഭാഷകൾ. ONV കുറുപ്പ്, പ്രസിദ്ധ കവി ONV കുറുപ്പ്, എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കോർത്ത പൊന്നുനൂൽ പോലെ. വേറൊരു കവി പുലിപ്പിഴ ശ്രീമാണ്. അദ്ദേഹം ഇങ്ങനെ, പഞ്ചാര കൈപ്പേറെ ഇഷ്ടമെന്നോതുവാൻ ചൊല്ലുവാൻ ചുണ്ടത്തിരുന്നു ചുണ്ടിത്തന്ന നന്മയാണമ്മ മലയാളം. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എവിടെ സാഹ്യപുത്രി മലയാളം, എവിടെ സ്നേഹപൂർണ്ണ മലയാളം. സാറൊക്കെ ചൊല്ലുമ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആകാശത്തേക്ക് നമ്മളെ കൊണ്ടു ചെല്ലുവാൻ ആ ഒരു വാക്കിൻ്റെ ശക്തി. അപ്പോൾ ഈ എഴുത്ത് എന്ന് പറയുന്നത്, വാക്കുകൾ എന്നൊക്കെ പറയുന്നത്, ഈ ഭാഷ വളരുന്നത്, പുഷ്ടി പ്രാപിക്കുന്നത് അതിൻ്റെ സംഘാതത്തിൽ. വാക്കുകൾ കൊണ്ട് ഒരു മായിക ലോകം ഉണ്ടാക്കുവാൻ എഴുത്തുകാരന് കഴിയും. ആകാശം എന്ന് പറയുന്ന ഒരു കാര്യമാനന്ദൻ വ്യോമ നമസ്ത എന്നൊക്കെ പറയുമ്പോൾ അതിലർത്ഥം പേന, പെൻസിൽ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് അർത്ഥമുണ്ടോ? പക്ഷേ ഒരു വാച്യത്തിനപ്പുറം ഉണ്ടാകുന്ന ഒരു ധ്വനി, വ്യംഗ്യം, അല്ലേ. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് തൂലിക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു തൂവൽ വിളച്ച് വരുമ്പോൾ ഉള്ള ഓരോ സൃഷ്ടിയും നടത്തുമ്പോൾ ഉള്ള ഒരു വേദനയുണ്ട്. ആ വേദന കടന്നു വരികയാണ്. മലയാളത്തിന് ആ ഒരു വാക്കുകളുടെ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കടലെന്ന് പറയുമ്പോൾ, കടലെന്ന വാക്കിനുള്ളിൽ ഉണ്ട് അതിവിസ്തൃതമായ വൻകര. പശു എന്ന വാക്കിനുള്ളിലും ഇരതേടും പുലി എന്ന് P.P. രാമേന്ദ്രൻ കവി 2000 എന്നുള്ള കവിതകത്ത് പറയുന്നു. അപ്പോൾ വായനയുടെ, എഴുത്തിൻ്റെ ഒരു മായിക ലോകം സൃഷ്ടിക്കുവാൻ കഴിയണം. അത്തരത്തിലുള്ള ഒട്ടനവധിയല്ലേ കൃതികൾ നമുക്കുണ്ട്. പി. കുഞ്ഞിരാമൻ നായരെ പറയുമ്പോഴത്തെ പ്രകൃതി ഉപാസകനായ ഒരു കവിയാണ്, അല്ലേ. ശരിക്കും അറിയാത്ത കുറച്ച്
സമയം അനുവദിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇരട്ടിലെ മനുഷ്യൻ താമര കുളങ്ങൾ തൻ ബാക്കിലെ തോപ്പിൽ കൂടി പ്രേമവേദന പാടി മറയും ഋതുക്കളെ എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങി പർവ്വപ്പറ്റങ്ങളെയും ഋതുക്കളെയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഏകാന്ത വനനദീ തീരങ്ങൾ തേടി ഗാനനൗകകൾ പറന്നുപോകും പറവപ്പറ്റങ്ങളെ കരളിൽ കലമ്പലറ്റ് ആനന്ദ സുധ തേടി കവിതാസമാധിയിൽ ഉറച്ച മലകളെ കഴിഞ്ഞതെല്ലാം മറന്നെനിക്കു കേറിപ്പറ്റാൻ കഥകു തുറക്കുമോ വിളക്കു കൊളുത്തുമോ. ഇവിടെ പ്രകൃതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ് കവി. നമ്മളെ പ്രകൃതിയോട് കാണിക്കുന്ന അവസ്ഥയ്ക്കെതിരെ പ്രകൃതിയോട് തന്നെ അദ്ദേഹം മാപ്പ് ഇരക്കുകയാണ്. എന്നെ തിരിച്ചു നാട്ടേക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ട മനുഷ്യന്റെ അവസ്ഥ ഇന്നത്തെ ഒരു സംസ്കാരത്തെ കൂടെ അതിനകത്ത് സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ എഴുത്തുകളും കവിതയും ലോകവും ഒക്കെ ഈ ഭാഷയിലൂടെ വളർന്ന് വാക്കിലൂടെ വളർന്ന് അങ്ങനെയുള്ള ഒരു മായിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നു. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട കവിതകളെല്ലാം തന്നെ അല്ലേ, രണ്ട് വാക്കുകൾ ചേരുമ്പോൾ മനോഹരമായ ഒരു വിസ്ഫോടനം തന്നെ സൃഷ്ടിക്കുവാൻ കവികൾക്ക് എഴുത്തുകാർക്ക് സാധിക്കും. സമയമായിരുന്നു സാറ് സമയം നോക്കുന്നുണ്ട്. അപ്പം കൂടുതൽ പറയുന്നില്ല, അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകും. എന്തായാലും മാതൃഭാഷയെക്കുറിച്ച് അല്പമെങ്കിലും ഓർക്കാനും അത് പങ്കുവയ്ക്കാനും സാധിച്ചതിലുള്ള എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് എനിക്കിവിടെ അവസരം നൽകിയതിന് NRC സാറിനോടും പിന്നെ ഇവിടെ ഇരുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളോടും എന്നെ ശ്രവിച്ച എല്ലാവരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.